എൻ്റെ പേര് സൂസൻ സാൽബി. എൻ്റെ സ്വദേശം കുറവിലങ്ങാട്. കുറവിലങ്ങാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നിനും കുറവില്ലാത്ത സ്ഥലമാണ് കുറവിലങ്ങാട്. അതുപോലെ തന്നെ മുത്തിയമ്മ, ഞങ്ങളുടെ പള്ളി ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ആ പള്ളിയിലെ 3 നോയമ്പ് തിരുനാളാണ് ഏറ്റവും മഹത്തായ പെരുന്നാൾ. അതാണ് എൻ്റെ ഓർമ്മയിൽ കുറവിലങ്ങാട് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാൽബി. ഇന്ന് ഇവിടെ ഞങ്ങൾ കുറവിലങ്ങാട് അസോസിയേഷൻ ഓഫ് ഗ്രീറ്റർ ഹൂസ്റ്റൺ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന്. അതിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിയാകുമ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങും. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു. സാൽബി അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പ് എവിടെയൊക്കെയായിരുന്നു? ഞാൻ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ആദ്യം സൗദിയിലായിരുന്നു ഒരു 9 വർഷം. അത് കഴിഞ്ഞ് അബുദാബിയിൽ 10 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹൂസ്റ്റണിൽ 2006 വന്നു. സൗദി അറേബ്യയിൽ ഏത് സ്ഥലത്തായിരുന്നു? അബുദാബിയിൽ ഏത് ഹോസ്പിറ്റലിലായിരുന്നു? അബുദാബിയിൽ ഞാൻ അൽബാഹ എന്ന സ്ഥലത്തായിരുന്നു. അത് ഇച്ചിരി റിമോട്ട് ഏരിയ ആണ്. അബുദാബിയിൽ സെൻട്രൽ ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ. സൗദിയിൽ എവിടെയായിരുന്നു? സൗദിയിൽ അൽബാഹ എന്ന് പറയുന്ന സ്ഥലത്താണ്. അൽബാഹ. സൗദിയിൽ അൽബാഹ. ഓക്കെ ഓക്കെ. അവിടെ 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം. അത് നഴ്സിംഗ് ഒക്കെ പഠിച്ചത് എവിടെയാണ്? സ്കൂളുകൾ എവിടെയായിരുന്നു? സ്കൂള് കുറവിലങ്ങാട് തന്നെയായിരുന്നു പഠിച്ചത്. ഗവൺമെൻറ് കുറവിലങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചത് ബോംബെയിലാണ്. ബോംബെയിൽ ഏത് ഹോസ്പിറ്റലായിരുന്നു? BOL നായർ ഹോസ്പിറ്റൽ. ദാദർ തന്നെ അല്ല, മുംബൈ സെൻട്രൽ. ബോംബെ സെൻട്രൽ. നായർ ഹോസ്പിറ്റൽ. ഓക്കെ. അവിടെ 3.5 വർഷം 4 വർഷം 3.5 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് അവിടെ ബോണ്ടില്ല. 2 വർഷം ഡയറക്റ്റ് നഴ്സിംഗ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു സൗദിയിലൊക്കെ പോയിട്ട്. സാൽബിയായിട്ടുള്ള വിവാഹം എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു കണ്ടുമുട്ടിയത്? അത് നാട്ടിൽ അറേഞ്ച് മാരേജ് ആയിരുന്നു. വെക്കേഷന് വന്നപ്പം വന്നു കണ്ടു. അങ്ങനെയുള്ള മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ ആൻസിയെ എങ്ങനെ അറിയാവുന്നത്? ആൻസിയും ഞാനും ഒരുമിച്ച് 8 വർഷത്തോളം സെൻട്രൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ സിക്കായി കിടന്നപ്പോൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അബുദാബി ഏത് സ്ട്രീറ്റിലായിരുന്നു താമസമൊക്കെ? ഹംദാൻ സ്ട്രീറ്റിലായിരുന്നു. സാൽബി എവിടെയായിരുന്നു ജോലി ചെയ്തത്? സാൽബി അവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനിയിലാണ് ജോലി ചെയ്തത്. സാൽബിക്ക് നല്ല ജോലിയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അബുദാബിയിലെ ജീവിതമാണോ അമേരിക്കയിലെ ജീവിതമാണോ ഹാപ്പി? രണ്ടും ഡിഫറെൻ്റ് ആണ്. അബുദാബിയിൽ നമുക്ക് അത്ര ഫ്രീഡം ഇല്ല. അമേരിക്കയിൽ ആദ്യം വന്ന് സെറ്റിലാകാനുള്ള ട്രബിളുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാണേലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് അതെ നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ അതിൻ്റെ ബെറ്റർ ലൈഫ് ഉണ്ടാവും. അതെ, ഫ്യൂച്ചർ ഉണ്ടാവും. ഐ തിങ്ക് ഓൺലി ഇൻ ദ ബിഗിനിങ് യു ആർ ലിറ്റിൽ സ്ട്രഗിൾ. അത് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ സെറ്റിൽ ചെയ്യാൻ പറ്റും. നാട്ടിൽ അവസാനം എന്നാണ് പോയത്? നാട്ടിൽ ഞാൻ പോയിട്ട് 2 ദിവസം മുമ്പ് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. എയർപോർട്ടിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? എയർപോർട്ടിൽ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ. തന്നെയാണോ പോയത്? തന്നെയാണ് പോയത് ഈ വർഷം. ശരി. സാൽബി നാട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? അങ്ങനെ നാട്ടിൽ എൻ്റെ പേരൻസ്, മമ്മി മരിച്ചു പോയി, ഡാഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെക്കേഷന് പോയത്. സിബ്ലിങ്സ് എല്ലാവരും, ഒരാൾ ഖത്തറിലുണ്ട്, ബാക്കി എല്ലാവരും നാട്ടിൽ തന്നെയാണ്. ഇന്നത്തെ ഓണാഘോഷം ഇപ്പോൾ സെപ്റ്റംബർ അവസാനമായല്ലോ, 27 ആയി, 28 ഓണം. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ശരിക്കും? ഇന്നത്തെ പരിപാടി നമുക്ക് വെൽക്കം സ്പീച്ചാണ്. ഇനാഗുറേഷൻ കഴിഞ്ഞ് നമ്മുടെ നാടൻ ഓണത്തിൻ്റെ തിരുവാതിരകളിയുണ്ട്, പിന്നെ വള്ളംകളിയുണ്ട്, വെരി ഗുഡ്, പാട്ടുകളുണ്ട്, കപ്പിൾ ഡാൻസ് ഉണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഒത്തിരി ഇന്ന് സമയമുണ്ടോ ഇതിലൊക്കെ? പിന്നെ ഓണസദ്യ ഉണ്ട് എല്ലാവർക്കും അല്ലേ? ഓക്കെ 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 ഓക്കെ. സാൽബി, താങ്ക് യു. ഈ വിലയേറിയ തിരക്കിനിടയ്ക്ക് എനിക്ക് വേണ്ടി 5 മിനിറ്റ് തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഞാൻ അബുദാബിയിൽ ആക്സിഡൻ്റായി കിടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അതേക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ജഗതി അങ്ങനെ ഒരു സിനിമയിൽ കിടന്നു, അതുപോലെ കിടന്നതാണ് ഞാൻ. ലൈഫിൽ മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു മിറക്കിൾ തന്നെയാണ്, ദൈവത്തിൻ്റെ. താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. താങ്ക് യു. ഇല്ല, നമുക്ക് വീണ്ടും പിന്നെ കാണാം. നാട്ടിൽ നിന്നൊക്കെ വന്നതിൻ്റെ തിരക്കും എല്ലാം കൂടെ ആണല്ലോ. ഓക്കെ ഓക്കെ. നാട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം നാടകം നന്നായിരിക്കും. പോയി നിൽക്കാൻ വേണ്ടി പോയത്. താങ്ക് യു. സിക്കാണോ? അല്ലല്ലോ. അല്ലല്ല,
ഓക്കെ. ഹീസ് 87 ബട്ട് ഹി സ്റ്റിൽ healthy. ഹെൽത്തി. താങ്ക് യു സെൽവി. ഞാൻ മിസോറി സിറ്റി ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. മക്കൾ 3 പേരാണ്. 2 പേര് ആദ്യത്തേത് ട്വിൻസാണ്, പ്രഷ്യസ് ബേബീസാണ്. അവരിൽ ഒരാൾ മെഡിസിൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ ട്വിൻസിൽ മറ്റേയാൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പം ജോലിക്ക് കയറി. മോന് എൻജിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ UT ഡാളസിൽ പഠിക്കുന്നു. സാൽവി ഏത് പള്ളി ചർച്ചിലാണ് പോകുന്നത് ഇവിടെ? ഞാൻ സെൻറ്റ് ജോസഫ് ഹ്യൂസ്റ്റണിൽ. താമസം മിസോറിയിൽ. മിസോറി സിറ്റി. ഓക്കെ. പൊതുവെ ഹ്യൂസ്റ്റണിലുള്ള ഓണാഘോഷങ്ങളെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൂസ്റ്റണിലുള്ള ഓണാഘോഷത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇല്ലാത്ത അസോസിയേഷൻ ഒന്നുമില്ല. അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി കഴിയുമ്പോഴത്തേനും അടുത്ത പ്രോഗ്രാമിന് ക്രിസ്മസിന് ആകുമ്പോഴത്തോടെ വരെയുള്ള പ്രോഗ്രാം. അതുകൊണ്ടാണ് ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ഈ ആഘോഷം ഇന്നത്തേക്ക് മാറ്റിയത്. ഇനി അടുത്ത ആഴ്ചയും ഒരു ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ പ്രസിഡൻറ്റോ ഇതിൻ്റെ ഭാരവാഹികൾ ആരെയും വ്യക്തമായിട്ട് നല്ലതായിട്ട് ഓർമ്മ അറിയാവുന്നവരുണ്ടോ പരിചയപ്പെടുത്താൻ പറ്റുന്നത്? പരിചയപ്പെട്ടാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. ഞങ്ങളിപ്പോൾ തുടങ്ങിയതാണ്. എൻ്റെ നാട്ടുകാരനാണ്, എനിക്കറിയാം. ഞങ്ങൾ അയൽവക്കമാണ്, നെയ്ബറാണ്. അവിടെ പുള്ളിയുടെ പെങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ് ആണ്. ഇപ്പം താമസിക്കുന്നതും ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. ശരി. താങ്ക് യു സെൽവി. താങ്ക് യു സൂസൻ. താങ്ക് യു സോ മച്ച്.